ഫ്രണ്ട്സ് ഇന്ന് ചെയ്യുന്നത് ഒരു ഉപ്പുമാവ് ദോശയുടെ റെസിപ്പിയാണ്. കൂടെ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ചട്നിയുടെ റെസിപ്പി കൂടിയുണ്ട്. ഈ ദോശയ്ക്ക് മാത്രമല്ല, ഈ ചട്നി ഇഡലിക്കും മറ്റ് ദോശയ്ക്കും ഒക്കെ പറ്റിയൊരു ചട്നി റെസിപ്പിയാണ്. ഇതെന്തുകൊണ്ടാണ് ഉപ്പുമാവ് ദോശ എന്ന് പറയാൻ കാരണമെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. ഇതാ ഒരു പാത്രത്തിൽ ഒരു 3 തവി കണക്കാണ് കാണിക്കുന്നത്. 3 തവി വറുത്തതോ വറുക്കാത്തതോ റവ ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇനി വളരെ ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ് ചേർക്കുന്നത്. ഇത് ഞാൻ ചോപ്പറിലാണ് അരിഞ്ഞത്, അതായിരിക്കും ബെസ്റ്റ്. ഉണ്ടെങ്കിൽ അങ്ങനെ അരിയുക. അതുപോലെ തന്നെ വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഇഞ്ചി കുറച്ച് ചേർത്തിട്ടുണ്ട്. പച്ചമുളകാണ് ചേർക്കുന്നത്. കനം കുറഞ്ഞാണ് അരിഞ്ഞിരിക്കുന്നത്. എരിവിനനുസരിച്ച് ചേർക്കുക. കുറച്ച് കറിവേപ്പിലയൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇത് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി 1 ഗ്ലാസോളം വെള്ളം ചേർക്കുകയാണ് ആദ്യമേ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് നേരത്തേനെ റവയൊന്ന് കുതിരാൻ വേണ്ടി ഒന്ന് മൂടി വെക്കുകയാണ്. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. റവയൊക്കെ ഒന്ന് കുതിർന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. റവ കുതിർന്നതിന് ശേഷം 1 തവി ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ 3 തവി റവയ്ക്ക് 1 തവി ഗോതമ്പ് പൊടി. അതേപോലെ തന്നെ 1 തവി ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്തത്. നിങ്ങൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ ചെറിയ കണ്ണിയുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ വെച്ച് ഗ്രേറ്റ് ചെയ്യാനായിട്ട് നോക്കണേ. ഇത് 1 തവി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുക്കണേ. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുകൊണ്ട് വേണേ. ദോശയ്ക്കൊക്കെ ഒഴിക്കുന്ന ഒരു പരുവല്ലേ, ആ പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി നോൺ സ്റ്റിക്ക് പാനോ ഇല്ലെങ്കിൽ ദോശക്കല്ലായാലും മതി. ദോശക്കല്ലയിലൊന്നും ഇത് ഒട്ടത്തില്ല. നല്ല തിന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുമേ. വക്കില്ലാത്ത നോൺ സ്റ്റിക്ക് പാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലൈറ്റായിട്ടൊന്ന് പരത്തിയതിന് ശേഷം ഒരു സ്പാറ്റല ഉപയോഗിച്ച് ഒന്നുകൂടെ ഒന്ന് കട്ടി കുറച്ചൊന്ന് നിരത്തിയെടുക്കാനായിട്ട് പറ്റുമേ. മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആകുമ്പോൾ എണ്ണയോ നെയ്യോ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചിട്ടൊന്ന് മറിച്ചിടാവുന്നതാണ്. ഈ ദോശയ്ക്ക് ഉപ്പുമാവിൻ്റെ ടേസ്റ്റാണ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി കാണുമല്ലോ. സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും റവയ്ക്കകത്തോട്ട് ചേരുമ്പോൾ ആ ടേസ്റ്റാണ് കിട്ടുന്നത്. ഇനി ഇതിന് പറ്റിയ നല്ല അടിപൊളിയൊരു ചട്നി റെസിപ്പിയാണ്. ഒരു കടായിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 വത്തൽമുളക് ചേർക്കുക. എരിക്ക് അനുസരിച്ച് ചേർക്കുക. ഇനി ഒരു 6-7 വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട്. ലൈറ്റായിട്ടൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിൽ. ഇനി വലിയൊരു സവാളയാണ് കനം കുറഞ്ഞരിഞ്ഞിട്ടുണ്ട്, അതുകൂടെ ചേർക്കുകയാണ്. ഇനി ഇതോടെ ചേർത്ത് ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. സവാളയുടെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറിയാൽ മാത്രം മതിയേ. അതും ഈ ഒരു പരുവത്തിൽ ആയിട്ടുണ്ട്. ഇനി തക്കാളിയാണ് ചേർക്കുന്നത്. കൂടെ തന്നെ പാകത്തിന് ഉപ്പൂടെ ചേർക്കുകയാണ്. സവാളയുടെ അതേ അളവിൽ തന്നെ തക്കാളി എടുക്കാൻ വേണ്ടി നോക്കുക. ഞാനിവിടെ ഒരു വലിയ സവാളയായിരുന്നു എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ തക്കാളി ആയിരുന്നത് കാരണം 2 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരേ അളവായിട്ടുണ്ട്. തക്കാളി ഇങ്ങ് ഒരുപാടൊന്നും വെന്തുടയേണ്ട ഒന്നും ആവശ്യമില്ല. ആ പുറമേ ഉള്ള വെള്ളമയമൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതിയേ. ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചേർക്കേണ്ടത് കപ്പലണ്ടിയാണ്, നിലക്കടലയാണ് ചേർക്കുന്നത്. ഈ ഒരു അളവിന് ചേർത്തിട്ടുണ്ട്. ഇത് വറുത്ത കപ്പലണ്ടിയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പച്ച കപ്പലണ്ടിയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ആ സവാളയൊക്കെ എണ്ണയുടെ കൂടെ ചേർക്കുന്ന കൂട്ടത്തിൽ തന്നെ ചേർക്കുക. ആ കൂട്ടത്തിൽ കിടന്നത് വറുത്ത് കിട്ടുകയും ചെയ്യേ. ഇനി നിലക്കടല ചേർക്കുമ്പോൾ തന്നെ ഒരു 1/2 കപ്പോളം തേങ്ങയോടെ ചേർക്കുകയാണ്. തിരുമിയതായാലും ചേർത്താൽ മതി. ഇവിടെ കനം കുറഞ്ഞ് പൂളി എടുത്തിട്ടുള്ളതാണ് ചേർക്കുന്നത്. ഒരു 3-4 കറിവേപ്പിലൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിട്ട് ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ആ തേങ്ങയൊക്കെ നല്ലവണ്ണം ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയേ. ഓവൽ ഷേപ്പിലുള്ള തക്കാളി എടുക്കുന്നെങ്കിൽ മധുരം കൂടുതലായിരിക്കും. അപ്പം ചെറിയൊരു കഷ്ണം വാളംപുളി ചേർക്കാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ. ഇവിടെ പുളിയുള്ള തക്കാളി ആയ കാരണം വേറെ പുളിയൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇത് നല്ലവണ്ണം ആറിയതിന് ശേഷം അരച്ചെടുക്കണം. ടേസ്റ്റ് ബാലൻസ് ആകാൻ വേണ്ടി ഒരല്പം ശർക്കരപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയേ. ചേർത്തരയ്ക്കേണ്ടതാണ്. ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കട്ടിക്ക് അരച്ചെടുക്കുക.
കടുക് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം കടുകും താളിക്കുക. ഈ ഒരളവിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കണം. ഈ ഒരു ചട്നിയെ കപ്പലണ്ടിയുടെ ടേസ്റ്റ് ഒന്നും മുന്നേ ഒന്നും നിൽക്കത്തില്ല. നല്ല ടേസ്റ്റുള്ള ചട്നിയാണ്. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ചട്നി. സാമാന്യം വലിപ്പത്തിൽ നല്ല തിന്നായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 ദോശയ്ക്കുള്ള ഒരളവാണിത്. അതേപോലെ തന്നെ ക്യാരറ്റ് ഒഴികെ റവയുടെ കൂടെ തന്നെ സവാളയും പച്ചമുളകും ഒക്കെ തന്നെ കുതിർത്ത് വെക്കണം. അപ്പോഴാണ് ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് വരുന്നത്. അല്ലാതെ ചൂടാൻ നേരത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചേർക്കരുത്. ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും നിന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടു കൂടി. താങ്ക്സ് ഫോർ വാച്ചിങ്.